രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗമുനമ്പിൽ നിർത്തിയ പാലക്കാട് പോരാട്ടത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ വോട്ടെടുപ്പാണ്. നിശബ്ദ പ്രചാരണത്തിന് ദിനമായ ഇന്നും ആവേശത്തോടെ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സജീവമായിരുന്നു. പത്രപരസ്യ വിവാദമാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയായത്. കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് സരീഷ് പി കെ ആണ്. സരീഷ്, ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങ് അവസാനിക്കുന്ന ആ ദിവസം വരെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ത്രില്ലർ സിനിമ പോലെയായിരുന്നു. ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ വാർത്തകൾ വരുന്നു, പുതിയ പുതിയ വിവരങ്ങൾ വരുന്നു, വിവാദങ്ങൾ വരുന്നു. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ പോലും, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആ നിമിഷത്തിന് മുമ്പ് പോലും വീണ്ടും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാമായിട്ടാണ് പാലക്കാട് പോകുന്നത്. എങ്ങനെയാണ് മൊത്തത്തിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായുള്ള ആ പ്രഖ്യാപനം മുതലുള്ള ഇന്ന് വരെയുള്ള ആ സമാപ്തിയിലേക്ക് പോകുന്ന നിമിഷങ്ങളിലേക്കുള്ള കാര്യങ്ങളെന്ന് കൂടി ഒന്ന് വിശദീകരിച്ച് പറയാം. കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ സ്ഥാനാർത്ഥി UDF-ൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. ആദ്യം UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നു. സരിൻ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നതയുമായി രംഗത്തെത്തുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു. തൊട്ടു പിന്നാലെ BJP-യിലും സമാനമായി ആര് സ്ഥാനാർത്ഥിയാവണം എന്ന ചർച്ചയുണ്ടാകുന്നു. ഒടുവിൽ C കൃഷ്ണകുമാർ എന്ന പേരിലേക്ക് എത്തുന്നു. പിന്നീട് ചിത്രം തെളിയുകയാണ്. അതിനിടയിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നൊരു കാര്യത്തിലേക്ക് വരുന്നു. അവിടെയും പല ചർച്ചകളും ഉണ്ടാകുന്നു. അതിനുശേഷം അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ഷമീർ സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ഈ സ്ഥാനാർത്ഥിയുടെ ചിത്രം തെളിഞ്ഞതിന് പിന്നാലെ പിന്നീട് ആരോപണ പ്രത്യാരോപണങ്ങളുടെ ദിനങ്ങളായിരുന്നു. വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉണ്ടാകുന്നു. വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒടുവിൽ ട്രോളി വിവാദത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തുന്നു. അതായത് കള്ളപ്പണം എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ താമസിച്ച, കോൺഗ്രസിൻ്റെ നേതാക്കൾ താമസിച്ച KPM ഹോട്ടലിലേക്ക് കള്ളപ്പണം എത്തി എന്നാരോപിച്ച് DYFIയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതാക്കൾ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് പോലീസിന് ഒന്നും കണ്ടെത്താനാവാത്ത സാഹചര്യം. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ വലിയ വലിയ വിഷയങ്ങൾ ഓരോ സമയവും ചർച്ചയായി. ഒടുവിൽ ഇരട്ട വോട്ടിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വലിയ രീതിയിൽ 40,000-ഓളം, അതായത് 20,000-ഓളം ആളുകൾക്ക് ഇവിടെ ഇരട്ട വോട്ടുണ്ട് എന്നൊരു ആരോപണം വരുന്നു. ഒടുവിൽ ഈ പട്ടിക തന്നെ പുനർക്രമീകരിച്ച് ഇറക്കണം എന്നൊരാവശ്യം വരുന്നു. ഈ ഇരട്ട വോട്ടുള്ളവരെ ബൂത്തിൽ തടയും, അല്ലെങ്കിൽ അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ചില ആരോപണങ്ങൾ വരുന്നു. ഒടുവിൽ ഏറ്റവും അവസാനം, അതായത് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് ഈ സരിനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പരസ്യം വരുന്നത്. അതും വലിയ രീതിയിൽ വിവാദമാകുന്നു. കാരണം സുപ്രഭാതം ഉൾപ്പെടെയുള്ള പത്രത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അത് ഏത് രീതിയിൽ വരും, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട് അത് ആര് നൽകി എന്ന ചോദ്യം മുന്നോട്ട് വരുന്നു. സന്ദീപ് വാര്യർക്കെതിരെയുള്ള പോസ്റ്റർ, അങ്ങനെ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ, അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കടന്നുപോയത്. ഒടുവിൽ ഈ വോട്ടെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും, ഈ കഴിഞ്ഞ വിവാദങ്ങളെല്ലാം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് കാണേണ്ടത്. ഓരോ സമയത്തും ഉണ്ടായ വിവാദങ്ങൾ അത് ഒരുപക്ഷെ വലിയ രീതിയിൽ മൂന്ന് മുന്നണികളെയും സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഈ ട്രോളി വിവാദം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ട്രോളി വിവാദത്തിന് പിന്നാലെ യഥാർത്ഥത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് മാറുന്നു. തങ്ങളെ വേട്ടയാടപ്പെടുന്നു, കോൺഗ്രസ് നേതാവ് വേട്ടയാടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ എല്ലാവരും ഒന്നിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ BJP ഈ സന്ദീപ് വാര്യർ പോയതിന് തൊട്ടു പിന്നാലെ BJP-യിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ സജീവമാകുന്ന ഒരു സാഹചര്യം. LDF-ലാകട്ടെ സരിനെയും അതോടൊപ്പം തന്നെ സരിൻ്റെ ഭാര്യയെയും സൈബർ ബുള്ളിങ്ങിനൊക്കെ ഇരയാക്കിയതോടെ CPM നേതാക്കളൊക്കെ ഒന്നിക്കുകയും DYFI നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഓരോ തരത്തിലുള്ള വിവാദങ്ങളും മറു പാർട്ടിക്ക്, അല്ലെങ്കിൽ ആരാണോ ആരോപണം നേരിടുന്നത് ആ ആരോപണം നേരിടുന്ന പാർട്ടിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. എന്തായാലും അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം വോട്ട് ഏകീകരണം നടക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ആരോപണം വരുന്നു. ഇത്തവണയും അത്തരത്തിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകും എന്നൊരു, അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടും എന്നൊരു ആരോപണം BJP ഉന്നയിക്കുന്നു. അതിന് സമാനമായ ചില നീക്കങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. മറിച്ച് ഈ വ്യാജ വോട്ടുകൾ വ്യാപകമായി ചെയ്യാൻ BJP ശ്രമിക്കുന്നു എന്ന് CPM ആരോപിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ മാറ്റം എന്ന രീതിയിലാണ്
ഈ പട്ടിക തന്നെ പുനർക്രമീകരിച്ച് ഇറക്കുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ജില്ലാ കളക്ടർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് നാളെ ഉപയോഗിക്കാൻ പോകുന്നത് ആളുകൾ കൃത്യമായി ആളുകൾ ഇവിടെ നിന്നും മരിച്ച ആളുകളുടെ, സ്ഥലം മാറിപ്പോയ ആളുകളുടെ, ഒപ്പം തന്നെ സ്ഥലത്തില്ലാത്ത ആളുകളുടെ ഒരു പട്ടിക കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ആരോപണം നേരിടുന്ന ഒരാളാണ് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യവാങ്മൂലം എഴുതി നൽകണം. അതായത് ആരാണോ പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിന് കൃത്യമായി സത്യവാങ്മൂലം എഴുതി നൽകിയാൽ മാത്രമേ വോട്ട് ചെയ്യാൻ അനുവദിക്കുള്ളൂ എന്ന കാര്യവും ജില്ലാ കളക്ടർ തന്നെ, ഭരണാധികാരി എന്ന രീതിയിൽ ജില്ലാ കളക്ടർ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോളിംഗ് ബൂത്തിലേക്ക് നാളെ പോകുമ്പോൾ ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ 1,94,706 വോട്ടർമാരാണ് നിലവിലുള്ളത്. അതിൽ 1,290,290 പേരും സ്ത്രീ വോട്ടർമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതോടൊപ്പം തന്നെ ഈ 2,306 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 780 പേർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. 2,445 കന്നി വോട്ടർമാരാണ് ഇത്തവണ ഉള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 180ഓളം പോളിംഗ് സ്റ്റേഷനുകൾ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്, പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മത്സരരംഗത്ത് 10 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആ 10 സ്ഥാനാർത്ഥികളുടെയും ചിഹ്നങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ 6 മണിക്ക് എല്ലാ സജ്ജീകരണങ്ങളും പോളിംഗ് ബൂത്തിൽ തയ്യാറാക്കും. അതിനുശേഷം ഒരു മോക്ക് പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും, അതായത് കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ബൂത്ത് അല്ലെങ്കിൽ പോളിംഗ് ആരംഭിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴും ഈ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് സജീവമായിരുന്നു എന്ന് തന്നെ വേണം. നിശബ്ദ പ്രചരണത്തിന് ഇത്രയേറെ മണിക്കൂറുകൾ ഒരു സ്ഥാനാർത്ഥികളും പലപ്പോഴും ചിലവഴിക്കാറില്ല. ചില വീടുകൾ കയറുന്നു, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണുന്നു, പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളെ കാണുന്നു, അങ്ങനെ സമയം ചിലവഴിക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ 3 മുന്നണി സ്ഥാനാർത്ഥികളും കൃത്യമായി എല്ലാ വോട്ടർമാരിലേക്കും, അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം എത്തുക. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ആടി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയുടെ ഇതുവരെ പ്രവർത്തിച്ചിരുന്നവർ ചിലപ്പോൾ അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി മാറി നിൽക്കുന്നുണ്ടാകാം. അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ കണ്ട് കൃത്യമായി രാത്രിയിൽ പോലും ഈ നിശബ്ദ പ്രചരണം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി വീടുകളിൽ എത്തുന്നതോടൊപ്പം തന്നെ ഏറ്റവും അവസാന നിലയിൽ എന്ന രീതിയിൽ ബൂത്ത് തലത്തിൽ മുഴുവൻ പ്രവർത്തകരും വീട് കയറണം, ഇന്ന് നിർബന്ധമായും ഒരിക്കൽ കൂടി വീട് കയറണം എന്നൊരു നിർദ്ദേശം പാർട്ടികളെല്ലാം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ ഭാഗത്തും നടന്നിരുന്നു. എന്തായാലും നാളെ രാവിലെ 7 മണി മുതൽ കൃത്യമായി വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം 3 മുന്നണികളും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സത്യവാങ്മൂലം എഴുതി നൽകാം എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും രീതിയിൽ ബൂത്തുകളിൽ തടയുകയോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ നിർണായകമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ വിവാദങ്ങളും വിമർശനങ്ങളും വാഗ്വാദങ്ങളുമായി പോയ പാലക്കാട് തിരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് എടുക്കുകയാണ്. ആ ക്ലൈമാക്സിലും വിവാദങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്.